സിംബാബ്വെ T20 അവസാനിച്ചു. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ശ്രീലങ്കൻ പരമ്പരയ്ക്ക് വേണ്ടിയാണ്. ജൂലൈ 26-നാണ് ആദ്യ T20. 3 ഏകദിനവും 3 T20യുമാണ് ഇന്ത്യ ശ്രീലങ്കയുമായിട്ട് കളിക്കുന്നത്. ഇതിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. T20ക്കും ഏകദിനത്തിനും സെപ്പറേറ്റ് സ്ക്വാഡാണ്. എന്നാൽ ഈ രണ്ട് സ്ക്വാഡിലും ഒരു താരമുണ്ട്. അത് സഞ്ജുവാണ്. സഞ്ജുവും ഋഷഭ് പന്തും T20 ഏകദിനം ഈ രണ്ട് സ്ക്വാഡിലും ഉണ്ടായിരിക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സഞ്ജു സിംബാബ്വെയുമായിട്ടുള്ള 5ാം ഏകദിനത്തിൽ മികച്ച കളി കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സഞ്ജുവിനെ ശ്രീലങ്കൻ പരമ്പരയിൽ എടുക്കുന്നത്. രോഹിത് ശർമ്മയ്ക്കും കോഹ്ലിക്കും റെസ്റ്റ് കൊടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏകദിനത്തിൽ രാഹുലും T20 ക്രിക്കറ്റിൽ പാണ്ഡ്യയും ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനാകും. 2 സീരീസിലും സഞ്ജു ഉണ്ടായിരിക്കും. സഞ്ജുവിന് ഒരു ലോഡ് അവസരങ്ങളാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ജയ്സ്വാൾ, ശുഭ്മാൻ ഗിൽ, ശ്രേയസ് അയ്യർ, സൂര്യകുമാർ, രാഹുൽ, സഞ്ജു, പാണ്ഡ്യ, ഷമി, സിറാജ്, ബുംറ തുടങ്ങി ഒരുപാട് താരങ്ങൾ ഈ 2 സീരീസിലും ഉണ്ടായിരിക്കും. ഒരു ജംബോ സ്ക്വാഡിനെയാണ് BCCI പ്രഖ്യാപിക്കാനിരിക്കുന്നത്. T20 ക്രിക്കറ്റിൽ യുവതാരങ്ങളായിരിക്കും. ഏകദിനത്തിലായിരിക്കും സീനിയർ താരങ്ങൾ. എന്നാൽ സഞ്ജുവിന് T20യിലും ഏകദിനത്തിലും അവസരം കിട്ടും. സഞ്ജു ഏകദിനത്തിൽ മികച്ച കളി കാഴ്ചവെക്കാറുണ്ട്. ഇപ്പോഴത്തെ സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ശൈലി ഏകദിനത്തിന് യോജിക്കുന്നതാണ്. അത് നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. 58 റൺസാണ് സഞ്ജു അടിച്ചു കൂട്ടിയത്. ഒരു ക്ലാസിക് പ്ലെയർ ആയിട്ടാണ് സഞ്ജു ഇപ്പോൾ വളർന്നു വരുന്നത്. അതുപോലെ ആവശ്യത്തിന് T20യിൽ അടിച്ചു കളിക്കാനും സഞ്ജുവിന് സാധിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് സഞ്ജുവിൻ്റെ കാലമാണ്. ഗംഭീർ കോച്ചായിട്ടാണ് ശ്രീലങ്കൻ പരമ്പരയിൽ വരുന്നത്. ഗംഭീർ സഞ്ജുവിന് കൂടുതൽ അവസരങ്ങൾ കൊടുക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ശ്രീലങ്കൻ പരമ്പരയിൽ സഞ്ജുവിൻ്റെ ഒരു വെടിക്കെട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദ്രാവിഡ് കോച്ചായതുപോലെ ആയിരിക്കില്ല ഗംഭീർ വരുമ്പോൾ. ഋഷഭ് പന്ത് ഫോം അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി സഞ്ജുവിന് അവസരം കൊടുക്കുമെന്നത് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ശ്രീലങ്കൻ പരമ്പരയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.